നോബൽ ഏപ്രിൽ 6-ാം തീയതി ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ അത് പരമാവധി പോയാൽ 10-ാം തീയതി വരെ ആകാം, അതിനും അപ്പുറത്തേക്ക് പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മെയ് 2-ാം തീയതിയായിരുന്നു കഴിഞ്ഞ വോട്ടെണ്ണൽ. പിണറായി വിജയന് ചരിത്രത്തിലാദ്യമായി ഒരു തുടർഭരണം സമ്മാനിച്ച വലിയ ജനവിധിയായിരുന്നു. ഇത്തവണ 3-ാം ഊഴം തേടി CPM നിൽക്കുന്നു. ജീവൻ മരണ പോരാട്ടമായിരിക്കും കേരളത്തിൽ നിന്ന് ഉറപ്പാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി ഷെഡ്യൂൾ പരിശോധിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏപ്രിൽ 6-ാം തീയതി ആണെങ്കിൽ ഒരു പക്ഷേ മാർച്ച് മാസം തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതായത് ഈ ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് പരമാവധി ഒരു 10-15 ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കി കാണൂ. ഈ സമ്പൂർണ്ണ ബജറ്റാണ് കേരള സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ കൃത്യം 1 മാസം, അതിന് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. അതാണിപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൂട്ടൽ. അതായത് മാർച്ച് ആദ്യത്തെ ആഴ്ച നോട്ടിഫിക്കേഷൻ, ഏപ്രിൽ 6-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതിക്കുള്ളിൽ വോട്ടെടുപ്പ്, മെയ് ഒരുപക്ഷെ ഏപ്രിൽ 30-നോ അതല്ലെങ്കിൽ മെയ് 1-നോ 2-നോ കഴിഞ്ഞ തവണത്തെ ഇതുപോലെ വോട്ടെണ്ണൽ. അങ്ങനെ ആയിരിക്കും ഒരു ഷെഡ്യൂൾ അല്ലേ? ചെറിയ വ്യത്യാസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അരുൺ, തീർച്ചയായും ചെറിയ വ്യത്യാസങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. കാരണം കേന്ദ്ര ബജറ്റ് കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇലക്ഷൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കേന്ദ്ര ബജറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുകയാണ്. അത് ഫെബ്രുവരി മാസം പൂർത്തിയാക്കി മാർച്ച് ആദ്യമോ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാന ദിവസങ്ങളിലോ ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ച തന്നെ ഏപ്രിൽ 10-ന് ഉള്ളിൽ 2-ാം ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. കേരളം മാത്രമല്ല, ഇത്തരത്തിൽ ഒന്നിലധികം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ, അസം അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. സ്വാഭാവികമായും ഈ 5 സംസ്ഥാനങ്ങളിലെയും ഫലം വരുന്നത് ഒറ്റ ദിവസമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് മെയിലായിരിക്കുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ്. കാരണം അസാമിലാണെങ്കിലും പശ്ചിമ ബംഗാളിലൊക്കെ ആണെങ്കിലും 3-ഓ 4-ഓ ഘട്ടമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായി അവിടെ ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ 5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് അത് മെയ് മാസത്തിൽ തന്നെയായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നതുപോലെ തന്നെ മെയ് മാസത്തിന് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും അവസാനവട്ട ഒരുക്കങ്ങൾ പരിശോധിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ നിന്ന് രത്തൻ കേൽക്കർ അടക്കം പങ്കെടുത്ത യോഗം വിളിച്ചത് ഇന്നലെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള മനീഷ് ഗാർഗാണ്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയാണ് യോഗം ചേർന്നത്. ഒപ്പം മറ്റ് തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും ഉദ്യോഗസ്ഥരും ഒക്കെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നിലവിലത്തെ സംസ്ഥാനങ്ങളുടെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെങ്കിലും മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ എത്രയും വേഗം പരിഹരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. പ്രധാനമായും കേരളത്തോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസം, പശ്ചിമ ബംഗാളും ഒക്കെ പ്രശ്നബാധിത മേഖലകൾ ഒരുപാടുള്ള സ്ഥലമാണ്. അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ കേന്ദ്രസേന അടക്കം വിന്യസിക്കുന്ന കാര്യങ്ങൾ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻപും ഒറ്റഘട്ടമായി തന്നെയാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അങ്ങനെ തന്നെ നടക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഒരുങ്ങാനുള്ള നിർദ്ദേശം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി തന്നെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നു. അത് സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇനിയിപ്പോൾ 100 ദിവസത്തിനകം തന്നെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. സജു ദേവസ്യ, താങ്ക് യു TV പ്രസാദ്, താങ്ക് യു റോഷി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ കേരളം തിരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ്. ദ ബിഗ് കേരള പൊളിറ്റിക്കൽ ബാറ്റിൽ എന്താണ് സസ്പെൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളതിലെ ഒരു സൂപ്പർ ത്രില്ലറാവും. ഈ 100 ദിവസത്തെ ഓരോ ദിവസവും ഉണ്ട്, സംഭവ ബഹുലമായിരിക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പുറത്തു വരുന്ന ഏതൊരു വിഷയവും അത് രാഷ്ട്രീയമായി തീപിടിപ്പിക്കാൻ ശേഷിയുള്ള വിഷയമായി തീരുകയും ചെയ്യും.